നമ്മൾ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വംശാവലി പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് 4 സ്ത്രീകളെ കാണാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ കാണുന്ന 4 സ്ത്രീകളിൽ ഒരു സ്ത്രീ മൊവാബ്യ സ്ത്രീയായ രൂത്ത് ആണ്. പിന്നെ ഒന്ന് വേശ്യയായിരുന്ന റാഹാബ് ആണ്, എരിഹോവിലെ. പിന്നെ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നത് താമാറാണ്, അമ്മായിയപ്പൻ്റെ കൂടെ ശയിച്ച് മക്കളെ ജനിപ്പിച്ച താമാർ. പിന്നെയുള്ള ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നത് ബത്ശേബ, ഊറിയാവിൻ്റെ ഭാര്യ ആയിരിക്കുകയും ദാവീദ് പിന്നീട് ഭാര്യയാക്കുകയും ഒക്കെ ചെയ്ത ബത്ശേബ. ഇങ്ങനെ 4 സ്ത്രീകളെയാണ് കർത്താവായ യേശു മിശിഹായുടെ വംശാവലിയിൽ നമ്മൾ കാണുന്നത്. ഈ 4 സ്ത്രീകളും അവരുടെ പശ്ചാത്തലം അത്ര മികച്ചതല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സുചരിതകളായ അങ്ങനെയൊക്കെ ഒന്നുള്ള കുലസ്ത്രീകളല്ല കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ 4 സ്ത്രീകൾ ഈ വംശാവലിയിൽ വന്നത്? അല്ലെങ്കിൽ ഈ 4 സ്ത്രീകളെ പരാമർശിക്കാതെ വേണമെങ്കിൽ ആ വംശാവലി എഴുതാമായിരുന്നു. കാരണം എല്ലാ സ്ഥലത്തും അമ്മമാരുടെ പേരെഴുതിയിട്ടില്ല. അബ്രഹാമിൻ്റെ മകനായ, ഇസഹാക്കിൻ്റെ മകനായ, യാക്കോബിൻ്റെ മകനായ, അങ്ങനെ പോരുമ്പം ആരിൽ നിന്ന് ജനിച്ചു എന്ന് ഓരോ സ്റ്റെപ്പിലും എഴുതിയിട്ടില്ല. നിങ്ങൾ വംശാവലി പരിശോധിച്ചാൽ അറിയാം, ഓരോ തലമുറയിലും സ്ത്രീകളുടെ പേര് പരാമർശിച്ചിട്ടില്ല. എന്നാൽ കുറവുകളുള്ള 4 സ്ത്രീകളുടെ പേര് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. റൂത്ത്, റാഹാബ്, താമാർ, ബത്ശേബ. താങ്ക് യു ഷാജി സാമുവൽ. അത് തന്നെ, ഈ 4 സ്ത്രീകളുടെ പേര് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ആ 4 സ്ത്രീകളുടെ പേര് തൻ്റെ വംശാവലിയിൽ എടുത്തു പറയാൻ അനുവദിച്ചത്? എന്തിനാ അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്? കാരണം ഒരുപക്ഷെ ആരെങ്കിലും ഗവേഷണം ചെയ്ത് കൊണ്ടുവന്ന് വിരൽ ചൂണ്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് നേരെയും ഒരുപക്ഷെ ഇങ്ങനെ വിരൽ ചൂണ്ടലുകൾ ഉണ്ടായേക്കാം. നമ്മൾ അല്പമൊക്കെ ചില ഭാഗങ്ങൾ മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കും. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അതിൻ്റെ വീടൊരു ചെറിയ വീടായിരുന്നു. 3-4 കന്നുകാലികളും എല്ലാം ആയിട്ട് അവരുടെ വീട്. ഈ കന്നുകാലിക്കൂടും വീടും എല്ലാം ഒരുമിച്ചായിരുന്നു, എന്ന് പറഞ്ഞാൽ ഒരുപോലെയായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിൽ ഒരുങ്ങി നല്ല പാൻറ്റും ഷൂസും ഒക്കെ ഇട്ട്, കണ്ടാൽ അല്പം സൗന്ദര്യം, അല്പമല്ല അധികം സൗന്ദര്യമുള്ളൂ. അതുകൊണ്ട് കുറച്ച് ദൂരെയുള്ള സ്വകാര്യ കമ്പനി ജോലി ചെയ്യുമ്പോൾ ഏതോ ഉന്നത കുടുംബത്തിൽ നിന്ന് വരുന്നതെന്നൊരു പ്രതീതി അവിടെയുള്ളവർക്കുണ്ടായിരുന്നു. ഒരിക്കലും ഇദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം വന്ന് കിടപ്പിലായപ്പോൾ അപ്രതീക്ഷിതമായ ഓഫീസിലുള്ളത് എല്ലാവരും കൂടെ ഇദ്ദേഹത്തെ കാണാൻ വീട്ടിൽ വന്നു. അപ്പോൾ വീടും പരിസരവും എല്ലാം അവർ കണ്ടു. അതുകൊണ്ട് നാണക്കേട് നിമിത്തം അദ്ദേഹം പിന്നീട് ആ ജോലിക്ക് പോയില്ല, ജോലി രാജിവെച്ചു. ഒരു നടന്ന സംഭവമാണ്. അപ്പം നമ്മളിപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ചില ഭാഗങ്ങൾ മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കും. ചില ഭാഗങ്ങൾ അത് ഹീൽഡ് അല്ലാത്ത ഭാഗങ്ങളാണ്. അൺഅസ്യൂംഡ് ഈസ് അൺഹീൽഡ് എന്നുള്ളതാണ് നമ്മൾ ഈ വർഷത്തെ ചിന്താവിഷയം. ഇപ്പം കർത്താവായ യേശു മിശിഹ നമ്മിലേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ എല്ലാ മേഖലകളിലേക്കുമാണ് ഇറങ്ങി വരുന്നത്. എല്ലാ ഇരുളുകളിലേക്കും, മനുഷ്യന്റെ എല്ലാ ഇരുളുകളിലേക്കും ദൈവത്തിൻ്റെ പുത്രൻ ഇറങ്ങി വന്നു. സകലവും അവന്റെ മുമ്പാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. സകലവും അവന്റെ മുമ്പാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ദൈവത്തിൻ്റെ വചനം
സജീവവും ഊർജ്ജസ്വലവുമാകുന്നു. അത് ഇരുവായ്ത്തല മൂർച്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണങ്ങളെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കാൻ വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അടുത്ത് പറയാണ്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ആർക്ക്? ദൈവത്തിന്റെ വചനത്തിന്. പല ആളുകൾ ചിന്തിക്കുന്നത് ഇത് ബൈബിളിനെ കുറിച്ച് പറയുകയാണെന്ന്. നിങ്ങളവിടെ നോക്കുക, എബ്രായലേഖനം 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർപിടിപ്പിക്കാൻ വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ആർക്കാണ്? ദൈവത്തിന്റെ വചനത്തിന്. ഇപ്പൊ ദൈവത്തിന്റെ വചനത്തെ ഒരു വ്യക്തിയായിട്ടാണ് എബ്രായർ 4:12 നമ്മൾ കാണുന്നത്. ജീവനുള്ളതാണ്, അതൊരു വ്യക്തിയാണ്. എന്നിട്ട് പറയണം, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ മുമ്പാകെ സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഇൻസൈഡ് ഔട്ടാണ്. അകത്തുള്ളതിനെല്ലാം പുറത്തു കൊണ്ടുവരികയാണ്. പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ഹീലിംഗ് ആണ് ദൈവം ഓഫർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ 4 തൻ്റെ വംശാവലിയിൽ വന്നിട്ടുള്ള ആക്ഷേപം വരാൻ സാധ്യതയുള്ള 4 സ്ത്രീകളുടെ കാര്യം വംശാവലിയിൽ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. വംശാവലിയിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യുകയാണ്. ഇന്ന ആളുകൾ അതിനകത്തുണ്ട്. പിന്നീട് ഒരാൾ വന്നിട്ട് ഇന്ന പോലെ ഒരാൾ ഈ വംശാവലിയിൽ ഉണ്ടല്ലോ എന്ന ആക്ഷേപം ഉന്നയിക്കാൻ ഇടയാകരുത്. അങ്ങനെ ഒരു ആക്ഷേപം വരാതിരിക്കാൻ അത് ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരെണ്ണം അവിടെ ഉണ്ട്. 4. അപ്പൊ ഈ 4 പേരിൽ നമ്മൾ പറഞ്ഞു, രൂത്ത് എന്ന് പറഞ്ഞാൽ വിജാതീയ സ്ത്രീയാണ്, മൊവാബ്യ സ്ത്രീ. 10ാം തലമുറയിൽപ്പെട്ട ഒരാൾ പോലും ദൈവസന്നിധിയിൽ വരാൻ യോഗ്യതയില്ലാത്ത ഒരു ജാതിയാണ് മൊവാബ്യ ജാതി. കാരണം അത് ലോത്തിന് തൻ്റെ പെൺമക്കളിൽ ജനിച്ച 2 മക്കളുടെ വംശാവലിയാണ്, മൊവാബ്യരും അമോന്യരും. അപ്പം മൊവാബ്യരും അമോന്യരും എന്ന് പറഞ്ഞാൽ ലോത്തിന് സ്വന്തം മക്കളിൽ ജനിച്ച മക്കളുടെ വംശാവലിയാണ്. അതുകൊണ്ട് ആ 2 വംശങ്ങളെയും വെറുക്കപ്പെട്ടവരായും ശപിക്കപ്പെട്ടവരായും കണക്കാക്കുന്നത് കൊണ്ട് ഒരു മൊവാബ്യ വംശത്തിൽ നിന്ന് ഒരാൾക്ക് ദൈവസന്നിധിയിൽ വരാൻ അനുവാദമില്ല എന്ന് മാത്രമല്ല, അവരുടെ 10ാം തലമുറയിൽ പോലും ഒരാൾ ദൈവസന്നിധിയിൽ വരരുത്. ഇപ്പം മൊവാബ്യ ബ്ലഡ് മിക്സ് ആയി കഴിഞ്ഞാൽ 10th ജനറേഷൻ വരെയും അവരെന്തായിരിക്കും? അസ്വീകാര്യരായിരിക്കും. ഇവിടെ രൂത്ത് ബോവസിന്റെ ഭാര്യയായി തീരുന്നു. രൂത്തിനും ബോവസിനും ഓബേദ് എന്ന മകൻ ജനിക്കുന്നു. നമ്മളത് കാണുകയാണ്. ഓബേദിന് ഈശായി എന്ന മകൻ ജനിക്കുന്നു. ഈശായിക്ക് ദാവീദ് എന്ന മകൻ ജനിക്കുന്നു. ദാവീദ് ദൈവത്തിന്റെ അഭിഷിക്തനാകുന്നു, ഇസ്രായേലിന്റെ പ്രഭുവാകുന്നു. ദാവീദിന്റെ സിംഹാസനത്തിലേക്ക് ദൈവത്തിന്റെ അഭിഷിക്തൻ മശിഹ അയക്കപ്പെടുന്നു. പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടതിന് യേശു മിശിഹ ജനിക്കുന്നു. അപ്പൊ മൊവാബ്യരുടെ 10ാം തലമുറ പോലും വരരുത് എന്ന് പറയുമ്പോൾ രൂത്ത് ഇസ്രായേലിലേക്ക് സംബന്ധം ചെയ്തു വരുമ്പോൾ രൂത്തിന്റെ കൊച്ചുമകൻ ദാവീദ് ഇസ്രായേലിന് രാജാവാകുകയാണ്. ഇപ്പൊ എത്ര വൈരുദ്ധ്യമാണ് നമ്മൾ കാണുന്ന നോക്കിയാണ്. നമ്മളവിടെ കാണുന്ന, നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തിരുവെഴുത്തിലോ എന്തെങ്കിലും കാണുമ്പോൾ നമ്മളതിനെ ആക്ഷരികമായിട്ട് പിടിവാശിയോടെ മനസ്സിലാക്കുക, സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്യുകയാണ്. പക്ഷേ ദൈവത്തിന്റെ ഗ്രേസ് ആൻഡ് മേഴ്സി അതാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങനെയല്ല. ഇപ്പൊ ഇതുകൊണ്ടാണ് ചില ആളുകൾ ചില തിരുവെഴുത്തിൽ ഇടറിപ്പോകുന്നത്. ചില തിരുവെഴുത്തൊക്കെ പൊക്കി പിടിച്ചോണ്ട് വരും, അവിശ്വാസികളെ കത്തിക്കും. ഇപ്പം ഞാനതങ്ങനെ ശ്രദ്ധിക്കാറില്ല. എനിക്ക് എൻ്റെ ഇൻബോക്സിൽ ചെല്ലുണ്ടാകുന്നത് ഇന്നുപോലൊരു വാക്യമുണ്ട്. എന്താണ് ആ വാക്യം? കർത്താവായ യേശുവിൽ വിശ്വസിക്കാത്തവരെ കത്തിച്ച് കളയുമെന്നുള്ള ഒരു വാക്യമാണ്. ഒരു പക്ഷേ അങ്ങനെ വാക്യം കാണാം. ആ വാക്യത്തെ സ്ട്രിക്റ്റായിട്ട് നടപ്പിലാക്കണമെന്ന് ശാഠ്യം പിടിക്കുകയാണ്. ആരാണ്? ചില ക്രിസ്ത്യാനികൾ.
ഇവിടെ മൊവാബിയരുടെ 10ാം തലമുറ പോലും ദൈവസന്നിധിയിൽ വരരുതെന്ന് പറയുമ്പോൾ മൊവാബിയ സ്ത്രീയെ വിവാഹം കഴിച്ച് കൊച്ചുമോനെ രാജാവാക്കുക ദൈവം. എന്നിട്ട് തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അഭിമാനപൂർവ്വം ആ മൊവാബിയ സ്ത്രീയുടെ പേര് എഴുതി ചേർത്തിരിക്കുകയാണ്. ഇപ്പൊ രൂത്ത് യഹൂദ ജാതിയിലേക്ക് സ്വീകരിക്കപ്പെടുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പെന്തക്കുസ്ത പെരുന്നാളിന് യഹൂദന്മാർ രൂത്തിന്റെ പുസ്തകം വായിക്കും. അത് അവരുടെ ആചാരം, ഇന്നും അവരത് വായിക്കും. ഈ പെന്തക്കോസ്തു പെരുന്നാൾ 1500 വർഷം 2 അപ്പം കൊണ്ട് നടത്തിയ പെരുന്നാളാണ്. ആ 2 അപ്പം ആ പെന്തക്കോസ്തിയിൽ പരിശുദ്ധ റുഹ വന്നപ്പോൾ ഒരപ്പമായി മാറി. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമായി തീർന്നു. നമ്മൾ ഇന്ന് രൂത്തിന്റെ പുസ്തകത്തിലേക്കാണ് നോക്കുന്നത്. കാരണം ഈ സീസണിൽ, ഈ പെന്തക്കോസ്തിയിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് വായിക്കേണ്ട പുസ്തകം രൂത്തിന്റെ പുസ്തകം, ധ്യാനിക്കേണ്ട പുസ്തകം രൂത്തിന്റെ പുസ്തകം. അതുകൊണ്ട് നമ്മളും രൂത്തിന്റെ പുസ്തകം ഇന്ന് വായിക്കാം, അവരുടെ പാരമ്പര്യം അനുസരിച്ച്. രൂത്തിന്റെ പുസ്തകം 4 അധ്യായങ്ങളാണ് ഉള്ളത്. രൂത്തിന്റെ പുസ്തകം 4 അധ്യായങ്ങളാണുള്ളത്. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ രൂത്തിനെ കാണുന്നത് മോവാബിലാണ്. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ രൂത്തിനെ കാണുന്നത് ബെയ്ത്ലഹേമിൽ വയലിലാണ്. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ രൂത്തിനെ കാണുന്നത് കളത്തിലാണ്. 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ രൂത്തിനെ കാണുന്നത് വീട്ടിലാണ്. ദൈവത്തിന്റെ സ്കീം ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ പദ്ധതി നമ്മൾ 4 ഘട്ടങ്ങളായിട്ട് കാണുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ മോവാബിലാണ്. ദൂരസ്ഥരായ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്ത, വാഗ്ദാനത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായ, പരദേശികളായ, ദൈവത്തോട് ശത്രുത്വമുള്ളവരായി, അകന്നവരായി, alienated from the commonwealth of Israel with a hardened heart and darkened heart, തടിച്ച ഹൃദയം, ഇരുണ്ട ഹൃദയമുള്ളവരായി മൊവാബിൽ കഴിയുന്നു. അപ്പം മൊവാബിൽ നിന്ന് ബെയ്ത്ലഹേമിൽ വരുന്നു. ബെയ്ത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ ഭവനമാണ്. ബെയ്ത്ത് ലഹമോ, ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്, ലഹമോ എന്ന് പറഞ്ഞാൽ അപ്പം. ബെയ്ത്ത് ലഹമോ അപ്പത്തിന്റെ ഭവനമാണ്. അപ്പത്തിന്റെ ഭവനമായ ബെയ്ത്ലഹേമിലാണ് ക്ഷാമമുണ്ടായത്. ആ ക്ഷാമത്തെ തുടർന്നാണ് ഇവർ നാട് വിട്ടുപോയത്, പ്രവാസികളായി തീർന്നത്. ഇപ്പോൾ ബെയ്ത്ലഹേമിൽ ദൈവം അപ്പത്തെ റിസ്റ്റോർ ചെയ്തിരിക്കുന്നു. ഗോഡ് ഹാസ് റിസ്റ്റോർഡ് ബ്രെഡ് ഇൻ ബെയ്ത്ലഹേം. ഇതുപോലെയാണ് നാളുകൾക്ക് മുമ്പ് സുറിയാനി സഭ വിട്ടുപോയവർ. അപ്പത്തിന്റെ ക്ഷാമമായിരിക്കാം. എന്നാൽ ഇന്ന് സുറിയാനി സഭയിലാണ് അപ്പം റിസ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അബണ്ടൻസ് ആണ് ഇവിടെ. വലിയ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ. ഇന്ത്യയിലെ താരതമ്യേന ദരിദ്ര ക്ഷേത്രമായിരുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമായി തീർന്നതുപോലെ ഇതാ ഇന്ന് സുറിയാനി സഭയാണ് ലോകത്തിലെ ദ റിച്ചസ്റ്റ് ചർച്ച്. ലിറ്റർജിക്കലി, തിയോളജിക്കലി, ഡോക്ട്രിനലി ഇതിനേക്കാൾ മികച്ച ഒരു സഭാവിഭാഗമില്ല. അപ്പോൾ ആ വലിയൊരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പം നമ്മളെ ആ കാരിയേഴ്സ് ഓഫ് ദ ഗുഡ് ന്യൂസ്, ഈ ഗുഡ് ന്യൂസിന്റെ കാരിയേഴ്സായി മാറുകയാണ്. ഈ വലിയ നിധിയെ, ഈ നിക്ഷേപത്തെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് പ്രവാസികളുടെ മടങ്ങിവരവാണ്. ഇപ്പം വ്യാജമായിട്ടാണെങ്കിലും കേരളത്തെ പറ്റി ഭയങ്കര വാർത്ത അങ്ങ് പരന്നു. കേരളത്തിൽ ആരും മരിക്കുകയില്ല, കേരളത്തിൽ കോവിഡ് എന്നല്ല ഇനി എന്ത് സംഭവിച്ചാലും ആരും മരിക്കുകയില്ല, അത്രമാത്രം സുരക്ഷിതത്വമാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ ഒരാൾ തുമ്മിയാൽ 5 മിനിറ്റിനകം ആംബുലൻസ് അവിടെ എത്തും, പുറകെ പോലീസ് എത്തും, അവരെ സുരക്ഷിതമായി ഹോസ്പിറ്റലിൽ എത്തിക്കും. ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി നേരിട്ട് വന്ന് തിരക്കും. ഇങ്ങനെയുള്ള പരസ്യങ്ങളാണ് കൊടുത്തത്. ഇങ്ങനെയുള്ള പരസ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് എങ്ങനെയും കൂടണയാനുള്ള ആഗ്രഹം, ആകാംക്ഷ, അത്യുത്സാഹം, അഭിവാഞ്ച എല്ലാം രൂപപ്പെടുകയാണ്. കാരണം ഓരോ ദിവസവും വൈകുന്നേരം ടെലിവിഷനിലൂടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മറ്റ് PR പ്രവർത്തകരും പറയുകയാണ് കേരളത്തിൽ വലിയ സന്നാഹങ്ങളാണ്, കേരളത്തിൽ വലിയ സുരക്ഷിതത്വമാണ്, കേരളത്തിൽ വലിയ ചികിത്സ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെയുള്ള സാധാരണ മലയാളികൾ,
പ്രവാസികളായ മലയാളികൾ അവർക്ക് അങ്ങനെയുള്ള ചികിത്സകളൊന്നും കിട്ടുന്നില്ല, പരിഗണനകൾ കിട്ടുന്നില്ല. കാരണം രോഗികളുടെ എണ്ണം കൂടുതലാണ്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, ഫോൺ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നു. വിളിച്ചു കഴിഞ്ഞാൽ ഫോണിൽ കൂടെ ഒരു കൗൺസിലിംഗ് ആണ്. നിങ്ങൾക്ക് പനി എങ്ങനെയുണ്ട്, എത്ര ടെമ്പറേച്ചർ ഉണ്ട്, നിങ്ങൾക്ക് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക, പാരസെറ്റമോൾ കഴിക്കുക, വെള്ളം കുടിക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും കോവിഡ് ചികിത്സ. ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ 25,000 രൂപ ഒരാൾക്ക് ചെലവ് വരുന്ന ഒരു കോവിഡ് ചികിത്സയാണ്. എന്താണ് മനസ്സിലാകുന്നത്? കോവിഡിന് ഇതുവരെ മരുന്നില്ല, ഒരു മരുന്നുമില്ല. പക്ഷെ 25,000 രൂപ കേരളത്തിൽ ചെലവാകുന്നത് എന്താണ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞാൽ നല്ലതായിരുന്നു. 25,000 രൂപ ആളൊന്നുക്ക് 25,000 രൂപ ചെലവാകുമത്രേ. ഒരു പ്രവാസി കേരളത്തിലോട്ട് മടങ്ങി വന്നാൽ 25,000 രൂപയുടെ ട്രീറ്റ്മെന്റ് ആണ് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് കേരള സർക്കാർ പറയുമ്പോൾ എന്ത് മരുന്നാണ് കൊടുക്കുന്നത്? ഇതിന് മരുന്നില്ല, ഒരു മരുന്നും കൊടുക്കുന്നില്ല, ഒരു മരുന്നും കൊടുക്കാനുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെയും ആളുകളെ വിഡ്ഢികളാക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണമാണ്. അപ്പൊ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ഇല്ലാത്ത കാര്യം പ്രചരിപ്പിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികൾക്ക് ഒരാഗ്രഹമാണ്, അങ്ങനെയെങ്കിൽ കേരളത്തിൽ പോയി സുരക്ഷിതരാകാമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ആളുകൾ കടന്ന് കൈകാലിട്ടടിക്കുന്നത്. യാഥാർത്ഥ്യം പറഞ്ഞാൽ ഒരു ചികിത്സ, എന്ത് ചികിത്സ കൊടുത്തത്? എനിക്ക് വലിയ സംശയമല്ല, ഭയങ്കര ആശ്ചര്യമാണ്. 25,000 രൂപയുടെ ചികിത്സ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 25,000 രൂപയ്ക്ക് എന്താണ് ഇവർ കൊടുക്കുന്നത്? മരുന്നില്ല എന്നാണ് ഇന്നലെയും വായിച്ചത്. രാവിലെ നോക്കിയപ്പോഴും മരുന്ന് വന്നിട്ടില്ല, ഒരു മരുന്നുമില്ല. അപ്പൊ ഒരു മരുന്നും കൊടുക്കാനില്ല, പിന്നെ എങ്ങനെ 25,000 രൂപ ചെലവ് വരുന്നത്? എന്താണ് കൊടുക്കുന്നത്? കേരളത്തിൽ ആകെ 100 വെന്റിലേറ്ററേ ഉള്ളൂ, പിന്നെ വെന്റിലേറ്റർ വെക്കുന്നതിനും ചെലവില്ല. അപ്പൊ ഇതാണ് ഇങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ ഒരു ഗുഡ് ന്യൂസ് വന്നു കഴിയുമ്പം ആളുകൾക്ക് അങ്ങോട്ട് വരണമെന്ന് തോന്നും. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ബ്രെഡ് റിസ്റ്റോർ ചെയ്യപ്പെട്ടു. ബെയ്ത്ലഹേമിൽ കൊയ്ത്തിന്റെ ആർപ്പുവിളിയാണ്. ഇതൊരു ഫേക്ക് സ്റ്റോറി അല്ല, ഇത് റിയൽ സ്റ്റോറിയാണ്. ബെയ്ത്ലഹേമിൽ കൊയ്ത്ത് വന്നിരിക്കുന്നു, ബെയ്ത്ലഹേമിൽ കൊയ്ത്ത് വന്നിരിക്കുന്നു. ന്യൂസ് മൊബാബിൽ ചെന്നു. മൊബാബിൽ ന്യൂസ് ചെന്നപ്പം അവർ മടങ്ങി വരികയാണ്, പ്രവാസികൾ മടങ്ങി വരികയാണ് ആനന്ദത്തോടെ, ആർപ്പുവിളികളോടെ. അതാണ് പറയുന്നത്, അവർ വിത്ത് ചുമന്ന് കരഞ്ഞും കൊണ്ട് വിതച്ചും കൊണ്ട് നടക്കും, എന്നാൽ കറ്റ ചുമന്ന് ആർപ്പുവിളികളോടെ വരും. അപ്പോൾ ഇതൊരു ബ്രെഡ് റിസ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു ബെയ്ത്ലഹേമിൽ. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. ആ ഗുഡ് ന്യൂസിന്റെ കാര്യശാഖ നിങ്ങൾ കേരളത്തിലെ ഒരു സഭാവിഭാഗത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിൽ റിച്ച് തിയോളജി, ലോജിക്കൽ കൺസിസ്റ്റൻസിയോടുകൂടെ, there is no logical inconsistency in the liturgy and the theology of Syriac Church എന്നുള്ള വലിയ ബോധ്യം, ഇത്രയും ശ്രേഷ്ഠമായ ദൈവശാസ്ത്രം. അപ്പൊ അതാണ് ഈ കൊയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ കൊയ്ത്ത് നടക്കുമ്പം ഗോഡ് ഹാസ് റിസ്റ്റോർഡ് ബ്രെഡ് ഇൻ ബെയ്ത്ലഹേം. അപ്പൊ ആ ന്യൂസ് കേൾക്കുന്ന ആളുകൾ ചർച്ചിലോട്ട് മടങ്ങി വരും. അപ്പൊ അങ്ങനെ മടങ്ങി വന്ന് ഇപ്പൊ ഈ രൂത്ത് വന്നിട്ട് 2-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ രൂത്തിന് കിട്ടുന്ന കുറെ ബ്ലെസ്സിങ്സ് നമുക്ക് കാണാം. രൂത്തിന് കിട്ടുന്ന ബ്ലെസ്സിങ്സ്. മോവാബിയ സ്ത്രീയായ രൂത്ത് കതിര് പെറുക്കാൻ വേണ്ടി പോവാണ്. കതിര് പെറുക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച് കേൾപ്പിച്ചാണ്, ആവർത്തന പുസ്തകത്തിൽ നിന്ന്, ലേവ്യ പുസ്തകത്തിൽ നിന്ന്. ദൈവം കൽപ്പിച്ചത് കൊയ്യുമ്പോൾ അരികും മൂലയും ചേർത്ത് കൊയ്യരുത്, നടുഭാഗം മാത്രമാണ് കൊയ്യുന്നത്. അരികും മൂലയും ആർക്ക് വേണ്ടിയാണ്? ഉപേക്ഷിച്ചിടണം. പരദേശികൾക്കും അനാഥർക്കും വിധവകൾക്കും വേണ്ടി ഉപേക്ഷിച്ചിടണം. ദൈവത്തിന്റെ കൽപ്പനയാണ്. പരദേശികൾക്കും അനാഥർക്കും വിധവമാർക്കും വേണ്ടി ഉപേക്ഷിക്കണം. ഞാൻ ഇന്നലെ ഏർലി ചർച്ചിന്റെ വർഷിപ്പ് ഗ്യാതറിങ്ങിനെ കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റിൻ മാർട്ടിയർ എഴുതിയിരിക്കുന്നത്, ആരാധന ലീഡ് ചെയ്യുന്ന ആളുടെ മുമ്പിൽ അവർ സ്തോത്ര കാഴ്ച കൊണ്ട് കൊടുക്കുമായിരുന്നു, കളക്ഷൻസ്, ആ ആഴ്ചത്തെ പണമെല്ലാം അവരത് കൂട്ടിവെച്ചിട്ട് അനാഥർക്കും വിധവമാർക്കും വീതം വെച്ച് കൊടുക്കുമായിരുന്നു.
അപ്പൊ ഏർലി ചർച്ചിന്റെ പണം, നേർച്ചയായിട്ടും സംഭാവനയായിട്ടും അവർക്ക് കിട്ടുന്ന പണം അവർ സ്പെൻഡ് ചെയ്തിരുന്നത് അനാഥർക്കും വിധവമാർക്കും കൊടുക്കുക. ദാറ്റ്സ് എ മിഷൻ. അതാണ് ഏർലി ചർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നെന്താണ് ചെയ്യുന്നത്? ഇന്ന് കുറച്ച് ആളുകൾ ഈ എന്റർടൈൻമെന്റ് നടത്തുകയാണ്. ആളുകളെ സന്തോഷിപ്പിക്കുന്ന എന്റർടൈൻമെന്റ് സെഷൻസ് നടത്തിയിട്ട് ഫണ്ട് റൈസ് ചെയ്തിട്ട് അവർ കോടീശ്വരന്മാരായി മാറുകയാണ്. അത് ക്രിസ്ത്യാനിറ്റി അല്ല. ക്രിസ്ത്യാനിറ്റി അല്ലേ അല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ക്ലബ്ബുകളിലൊക്കെ പെട്ടിട്ട് ഇതൊക്കെ ക്രിസ്ത്യൻ ചർച്ചാണെന്ന് വിചാരിച്ചിരിക്കരുത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. അനാഥരെയും വിധവമാരെയും ഹെൽപ്പ് ചെയ്യുക, ഇതാണ് ഏർലി ചർച്ചിന്റെ പോളിസി. അതാണ് ഇവിടെ യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുക, പരദേശി, അനാഥർ, വിധവ. രൂത്തിന് ഈ 3 ക്വാളിഫിക്കേഷനും. രൂത്ത് പരദേശിയാണ്, രൂത്ത് വിധവയാണ്, രൂത്ത് അനാഥയാണ്. അപ്പൊ ഈ ഉതിരുന്ന മണികൾ പെറുക്കരുത്, അരികും മൂലയും ചേർത്ത് കൊയ്യരുത്, ഇതൊക്കെ അനാഥർക്കും വിധവമാർക്കും വേണ്ടി ഉപേക്ഷിക്കണം എന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബോവസിന്റെ വയലിൽ കൊയ്ത്ത് നടക്കുകയാണ്. അപ്പൊ രൂത്ത് ആ വയലിൽ ചെന്നു. ബോവസ് ബെയ്ത്തലഹേമിൽ നിന്ന് വരുന്നു. 4-ാം വാക്യം നിങ്ങൾ നോക്കണം. രൂത്തിന്റെ പുസ്തകം 2:4. ബോവസ് ബെയ്ത്തലഹേമിൽ നിന്ന് വരുന്നു. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു നിഴലാണ്. ഈ നിഴലും പൊരുളും വായിക്കുമ്പം നിങ്ങൾ ആ ആളിൽ എല്ലാ കാര്യങ്ങളിലും 100% ഐഡന്റിഫൈ ചെയ്യാൻ അതല്ല. ചില കാര്യങ്ങളിലാണ് സാദൃശ്യം വരുന്നത്, നിഴലാട്ടങ്ങളാണ്. നിഴൽ എന്ന് പറഞ്ഞാൽ ടൈപ്പ്. ബോവസ് ബെയ്ത്തലഹേമിൽ നിന്ന് വരുന്നു. മഹാസമ്പന്നനായ ചാർച്ചക്കാരൻ ബോവസ് ബെയ്ത്തലഹേമിൽ നിന്ന് വരും. നമ്മുടെ കർത്താവ് ഇവിടെ ബെയ്ത്തലഹേമിലാണ് ജനിച്ചത്. ബോവസ് ബെയ്ത്തലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരുടെ യഹോവ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ യുവതി ഏത് എന്ന് ബോവസ് ചോദിച്ചു. കൊയ്ത്തുകാരുടെ മേലാൾ ഭൃത്യൻ, ഇവൾ മോവാബ് ദേശത്ത് നൊവോമിയോട് വന്ന മോവാബ്യ യുവതിയാകുന്നു. 8-ാമത്തെ വാക്യത്തിൽ, മകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാലിക്കാർത്തികളോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. അപ്പോൾ ഒന്നാമത്തെ രൂത്തിന് കിട്ടിയ ബ്ലെസ്സിങ് ഗൈഡൻസ് ആണ്, മാർഗനിർദ്ദേശം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇന്ന് ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഗൈഡൻസ് സെന്ററുകളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയത്തില്ല. ഇനിയിപ്പോൾ പ്രവാസികൾ തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് എന്ത് തരം ബിസിനസ് ചെയ്യണം അറിയത്തില്ല. ഏതെങ്കിലും കൃഷി ചെയ്യണോ, കച്ചവടം ചെയ്യണം, അതോ ആത്മഹത്യ ചെയ്യണോ? ഒരു ഗൈഡൻസ് ആര് കൊടുക്കും? ഒരു ഗൈഡൻസ്. ഇപ്പൊ ദൈവം തമ്പുരാൻ പറയാണ്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഗൈഡൻസ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ഗൈഡൻസ് കിട്ടുക. പലർക്കും വഴി അറിയത്തില്ല, ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ. കർത്താവ് നിനക്ക് ക്ലേശത്തിന്റെ അപ്പവും കഷ്ടത്തിന്റെ പാനപാത്രവും നിനക്ക് തന്നാലും നീ ഒരു ഇമ്പസ്വരം കേൾക്കും, വഴി ഇതാകുന്നു, ഇതിലെ നടന്നു കൊള്ളുക. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടതെന്നറിയാതെ നീ ഭ്രമിച്ചു നിൽക്കുമ്പോൾ നീ ആ സ്വരം കേൾക്കും. അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. അപ്പൊ കർത്താവിന്റെ വയലിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ബ്ലെസ്സിങ് മാർഗനിർദ്ദേശമാണ്. ഇന്ന് പല ആളുകളും പലയിടത്തും കുരുങ്ങി നിൽപ്പുണ്ട്. പെന്തക്കോസൽ കൾട്ടുകളിൽ പലരും കുരുങ്ങി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തിരിച്ചു വരാൻ പറ്റുമോ, തിരിച്ചു പോകാൻ പറ്റുമോ? നിങ്ങളൊരു ക്രിസ്ത്യൻ ചർച്ചിന്റെ ഭാഗമല്ല.
നിങ്ങളൊരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഭാഗമാണെങ്കിൽ മടങ്ങിപ്പോയേ മതിയാവും. അപ്പോൾ എന്താണ് വഴി? ഇവിടെ ബോവസ് പറയാണ്, മകളെ നീ ഇവിടെ നോക്കിയത് ഈ ബാല്യക്കാരുടെ പിന്നാലെ നീ പോയിക്കൊള്ളുക. ഒരു ഗൈഡൻസ് കിട്ടി. രൂത്തിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്, നമ്മളുടെ കാര്യത്തിലും ഒരു ഗൈഡൻസ്. മോവാബിൽ നിന്ന് നമ്മൾ ബെയ്ത്ലഹേമിൽ വന്നാൽ ബ്ലെസ്സിങ്സ് കിട്ടുമ്പോൾ ആദ്യത്തെ ബ്ലെസ്സിങ് ഇതാണ്, ദൈവത്തിൻ്റെ സ്വരം. ചില ആൾക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു വിരസം, ദൈവം പറയുന്നൊന്നും കേൾക്കുന്നില്ല. നമ്മൾ പറയാൻ താമസവും കേൾപ്പാൻ വേഗതയുള്ളവരുമായിരിക്കണം. യാക്കോസ്ലിയ പറയുന്നത് പറയാൻ താമസവും കേൾപ്പാൻ വേഗതയും ഉള്ളു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പറയണമെന്നാണ് താല്പര്യം. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, കേൾക്കത്തേ ഇല്ല. ചിലപ്പോൾ നമ്മൾ ധൃതി പറയുമ്പോഴായിരിക്കും അങ്ങേ തലയ്ക്കെന്ന് പറയുന്നത്, പക്ഷെ അത് നമ്മൾ കേൾക്കുന്നില്ല. കർത്താവ് അരുളി ചെയ്യണമേ, അടിയൻ ഇതാ ശ്രദ്ധിക്കുന്നു. ശമൂവേൽ പറഞ്ഞപ്പം മാർഗനിർദ്ദേശമാണ്. രണ്ടാമത് 9-ാമത്തെ വാക്യം, ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. കാരണം കണ്ടാൽ സൗന്ദര്യമുള്ള ഒരു യുവതിയാണ് രൂത്ത്. ഇത് കൊയ്ത്തുകാലമാണ്. ബാല്യക്കാരെല്ലാം നല്ലപോലെ വീഞ്ഞൊക്കെ കുടിച്ചിട്ട് നിൽക്കുകയാണ്. ബാല്യക്കാരെന്ന് പറഞ്ഞാൽ പിള്ളേരെന്നല്ല, യുവാക്കൾ, ജോലിക്കാർ. നമ്മുടെ ബൈബിളിൽ ഒരു പ്രശ്നമാണ് ഈ ബാല്യക്കാര് ബാലൻ എന്നൊക്കെ തർജ്ജമ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാലൻ വിറക് കെട്ടും എടുത്ത് അബ്രഹാമിന്റെ പിന്നാലെ പോയെന്ന് പറയുമ്പം മൂക്കളെ ഒലിപ്പിച്ച് ബട്ടൺസ് ഇല്ലാത്ത നിക്കർ ഒരു കൈ കൊണ്ട് താങ്ങി പിടിച്ച് മറ്റേ കൈ കൊണ്ട് വിറകും പിടിച്ച് ഇങ്ങനെ ഒരു കൊച്ചു ചെറുക്കാൻ പോയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസാക്കിനെ അബ്രഹാം യാൻ കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇസാക്കിന് 33 വയസ്സുണ്ടായിരുന്നു, ഒരൊത്ത പുരുഷനായിരുന്നു. പക്ഷെ നമ്മുടെ ബൈബിളിൽ തർജ്ജമ ചെയ്ത് ബാലന് തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുക, ബാല്യക്കാർ എന്നൊക്കെ തർജ്ജമ ചെയ്ത്. അതൊക്കെ തെറ്റായ തർജ്ജമയാണ്. അപ്പൊ ബാല്യക്കാർ എന്ന് പറഞ്ഞാൽ യുവാക്കൾ നിന്നെ കൈകാര്യം ചെയ്യരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ചോദിക്കാനും പറയാനും ആരില്ല. ഒന്നാമത് വിധവയാണ്, രണ്ടാമത് അവൾ അനാഥയാണ്, മൂന്നാമത് അവൾ മൊവാബിയ സ്ത്രീയാണ്. ഒരു തരത്തിൽ അവിടെ ഒന്നും ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. പക്ഷെ ആരും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ ബോസിന്റെ ഒരു വാക്ക് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ബോസിന്റെ ഒരു വാക്ക് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ബാലികാർ, ഡു നോട്ട് ടച്ച് ഹെയർ, അവളെ തൊട്ടുപോകരുത്. പ്രൊട്ടക്ഷനാണ്. ഇപ്പൊ ദൈവസന്നിധിയിൽ വരുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണ് പ്രൊട്ടക്ഷൻ. നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ നിലത്ത് വീഴുകയില്ല. കർത്താവായ യേശുക്രിസ്തു നൽകുന്ന അഷ്വറൻസ് ആണ് പ്രൊട്ടക്ഷൻ. രൂത്തിനോട് പറയാണ്, യു ആർ കവേർഡ്. അവന്റെ വാക്കുകളാൽ രൂത്ത് സംരക്ഷിതയായിരിക്കുകയാണ്. ലോകത്തിനവസാനത്തിൽ പാരും വാനുമഴിഞ്ഞാലും വാഴും നീയാപത്തെന്നെ സംരക്ഷകനാം. അപ്പൊ സംരക്ഷകനായ തൃത്വം നിന്നെ സൂക്ഷിക്കുക. നിന്റെ തലയിലെ രോമങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഏറിയ കുരുകിലിനേക്കാൾ നീ വിശേഷതയുള്ളവനാണ്. യു ആർ പ്രൊട്ടക്റ്റഡ്, യു ആർ കവേർഡ്. ഇതാണ് പറയുന്നത്, ബാല്യക്കാർ നിന്നെ തുടരുത് എന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ, രൂത്തിന് കാണുമ്പോൾ വന്നപ്പോൾ തൊട്ട് ആ കഷണ്ടിയുള്ള ഒരുത്തൻ അവിടെ നോക്കുന്നുണ്ട്. ഒരു പേടിയൊക്കെ രൂത്തിന് വന്നായിരുന്നു. വേറെ ഒരുത്തൻ അവിടെ ആ വൈക്കോൽക്കൂനെ ചാരി നിന്ന് മുണ്ട് മടക്കി കുത്തി അവൻ്റെ അണ്ടറൊക്കെ കാണിച്ചാണ് നിൽക്കുന്നത്. നോക്കി ഒറ്റ കാലിങ്ങനെ ആ വൈക്കോൽക്കൂനയിലോട്ട് വെച്ച് ഒരു ബീഡിയൊക്കെ കത്തിച്ച് തലയിലൊരു ചുവന്ന തോർത്തൊക്കെ കെട്ടിട്ടുണ്ട്. രൂത്തിനെ നോക്കുന്നൊക്കെയുണ്ട്. അതുകൊണ്ട് അപ്പുറം ഇരിക്കുന്നുണ്ട് ഒരുത്തൻ. അവൻ ഒരു ബന്ധം കള്ളുമൊക്കെ കുടിച്ച് വസൂരിക്കലയൊക്കെ ഉള്ള ഒരുത്തൻ, അവനും നോക്കുന്നുണ്ട്. ഇങ്ങനെ പലരെയും രൂത്ത് നോട്ടം ഇട്ടു വെച്ച്. രൂത്ത് എല്ലാത്തിനും കൂടെ ഒരൊറ്റ വാക്കാണ് ബോവസ് പറയാം, കേട്ടോ മകളെ, ഞാൻ അവന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്, ഡു നോട്ട് ടച്ച് യു. They won't dare to touch you. But protection.
നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. നോക്ക്, അവക്ക് ആശ്വാസം. ദാഹം വരുന്നുണ്ട്, ക്ഷീണം വരുന്നുണ്ടെങ്കിൽ കുടിക്കാൻ വെള്ളം. ബ്ലെസ്സിംഗ് ആണ്. ഇനി 14-ാമത്തെ വാക്യം. ഭക്ഷണ സമയത്ത് ബോവസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. ഇവൾ അവിടുന്ന് ടിഫിൻ ഒന്നും കൊണ്ടുപോയില്ല. കർത്താവായ യേശുക്രിസ്തു പറയുക ശിഷ്യന്മാരോട്, നിങ്ങൾ പോകുമ്പോൾ വടിയും പൊക്കണവും എടുക്കരുത്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണ്ട. ഓരോ ദിവസത്തിനും അതാതിന്റെ ക്ലേശം മതി. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. ഇവിടെ പറയാണ്, ഭക്ഷണ സമയത്ത് ബോവസ് പറയാണ്, നീ ഇവിടെ വാ. അവൾ ഭക്ഷണമൊന്നും കൊണ്ടുപോയിട്ടില്ല. നീ ഇവിടെ വന്ന് ഈ ഭക്ഷണം കഴിച്ചോ, ഈ കഷ്ണം ചാറിൽ മുക്കി നീ കഴിച്ചു കൊള്ളുക. അപ്പൊ അടുത്ത ബ്ലെസ്സിംഗ് ആണ്, നറിഷ്മെന്റ് ആണ്. എൻകറേജ്മെന്റ് ഉണ്ട്, വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ നറിഷ്മെന്റ് ആണ്. നീ ക്ഷീണിച്ചു പോയാലും എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാവരും നെഗറ്റീവാ പറയുന്നെങ്കിലും കർത്താവ് പോസിറ്റീവായിട്ട് സംസാരിക്കുകയാണ്. ഇപ്പൊ അടുത്ത് പറയാ, കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. തികച്ചും അപരിചിതയായ, അനാഥയായ, പരദേശിയായ രൂത്ത് മോർണിംഗിൽ ആ വയലിൽ വന്നതാണ്. ഉച്ച സമയമായപ്പോൾ അവളിപ്പോൾ എവിടെയാ ഇരിക്കുന്നേ? കൊയ്ത്തുകാരുടെ നടുവിൽ. ഷീ ഗോട്ട് ഫെലോഷിപ്പ്. അടുത്ത ബ്ലെസ്സിംഗ് അത്, ഫെലോഷിപ്പ്. ആരുമില്ല, കൂട്ടുകാരില്ല, മിണ്ടാൻ ആളില്ല, പറയാൻ ആളില്ല. നൗ ഷീ ഗോട്ട് ഫെലോഷിപ്പ്. കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? സമാന മനസ്കരായ ആളുകളെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം അവൾക്ക് ഫെലോഷിപ്പ് ഉണ്ട്. അവൾ ഇനി അവിടെ പരിചയമില്ലാത്തവരൊന്നല്ല. ഇപ്പൊ അവളുടെ വാട്സാപ്പിൽ നമ്പറുകളൊക്കെ ധാരാളമായി നിറഞ്ഞു. നമ്മുടെ സാജൻ ബ്രദർ വാട്സാപ്പ് നമ്പറൊക്കെ ഇവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഫെലോഷിപ്പാണ്. വർത്തമാനം പറയാൻ ആളായി, മിണ്ടാൻ ആളായി. സൂമിൽ വന്നാൽ ഇരിക്കാം, എപ്പം വന്നാലും രണ്ടുപേരും അവിടെ മിണ്ടാൻ കാണും. ഫെലോഷിപ്പ്. അവൻ അവൾക്ക് മലർ കൊടുത്തു, പോപ്കോണൊക്കെ കൊടുത്തു, ബോവസ്. അടുത്തത്, അവൾ തിന്ന് തൃപ്തയായി. നെക്സ്റ്റ് ബ്ലെസ്സിംഗ് ആണ്, തൃപ്തയായി. സാറ്റിസ്ഫാക്ഷൻ. ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിംഗ്. Godliness with contentment is a great gain. ദൈവത്തിന്റെ സന്നിധിയിൽ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി. കണ്ടന്റ്മെന്റ്. Godliness without contentment has no use. But godliness with contentment. Godliness with contentment is a great gain. സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ നേട്ടമാണ്. അതാണ് അടുത്ത അനുഗ്രഹം. ബോവസ് തന്റെ ബാല്യക്കാരുടെ, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ. ബോണസാണ്. ഇനി പൊഴിയുന്നല്ല, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം. അവളെ ശകാരിക്കരുതെന്ന് കൽപ്പിച്ചു. നോക്ക, ബ്ലെസ്സിങ്ങിന്റെ മേൽ ബ്ലെസ്സിംഗ് ആണ്. ബ്ലെസ്സിങ്സ് അപ്പോൺ ബ്ലെസ്സിംഗ്. ഗ്രേസ് അപ്പോൺ ഗ്രേസ്. കൃപയ്ക്ക് മേൽ കൃപ. പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ദൈവം മിറാക്കുലസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. നോർമലി അവള് കറ്റ പൊഴിയുന്നതേ പെറുക്കത്തുള്ളൂ. ഇപ്പം ബോസ് പറയാണ്, കുറച്ച് വലിച്ചിട്ടേക്ക്, അവൾ പെറുക്കിക്കോട്ടെ. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം 1 പറ യവം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു സ്ത്രീ കാലാപെറുക്കി 1 പറ യവം കിട്ടുക, അത് അൺയൂഷ്വൽ ആണ്. അബണ്ടൻസ്.
ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നമുക്ക് ചെയ്തു തരുവാൻ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ ആവശ്യത്തെക്കാൾ അധികമായി കർത്താവ് നിങ്ങൾക്ക് നൽകും. 5000 പുരുഷന്മാരുള്ള അവര് ഭക്ഷണമെല്ലാം കഴിഞ്ഞപ്പോൾ 12 കൊട്ട അപ്പം മിച്ചമിട്ടു. ആവശ്യത്തിലും അധികം കർത്താവ് നൽകും. That's a promise. ഇതാണ് ബ്ലെസ്സിങ്സ്. വയലിലെ ബ്ലെസ്സിങ്സ് ആണ്. അപ്പൊ എത്ര ബ്ലെസ്സിങ്സ് ആണ് നമ്മൾ കണ്ടത്? നമ്മൾ ആദ്യം കണ്ട അവൾ വന്നപ്പോൾ അവൾക്ക് ഗൈഡൻസ് കിട്ടി, 2 പ്രൊട്ടക്ഷൻ കിട്ടി, പിന്നെ എൻകറേജ്മെന്റ് കിട്ടി, നറീഷ്മെന്റ് കിട്ടി, ഫെലോഷിപ്പ് കിട്ടി, സാറ്റിസ്ഫാക്ഷൻ കിട്ടി, പ്രൊവിഡൻസ് കിട്ടി, അബണ്ടൻസ് ഉണ്ടായി. ദീസ് ആർ ദ ബ്ലെസ്സിങ്സ്. അവസാനം നമ്മൾ വരുമ്പം രൂത്ത് അക്സെപ്റ്റഡ്. ഏത് വയലിൽ അവൾ പെറുക്കാൻ ഇറങ്ങിയോ ആ വയലിന്റെ ഉടമയായിട്ട് അവൾ മാറുകയാണ്. അക്സെപ്റ്റഡ്. പ്രിയനായവനിൽ നമ്മെ ദത്തെടുക്കേണ്ടതിന്, ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെ. ദാസ്യത്വം മാറി പുത്രത്വത്തിലേക്ക് വന്നു. നമ്മൾ ദൈവത്തിന്റെ ഭവനക്കാരായി, അവകാശികളായി. മക്കളെങ്കിലോ അവകാശികളായി. ഇപ്പൊ രൂത്ത് അവകാശിയായി മാറി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇതാണ് നമ്മൾ കാണുന്നത് ഫെലോഷിപ്പ്, ബ്ലെസ്സിങ്സ്. ഇതാണ് കർത്താവ് നിങ്ങളെ നടത്തുന്നത്. When we turn to God, we also have these blessings. ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് കിട്ടുകയാണ്. രൂത്ത് എന്തിലേക്ക് വരികയാണ്? കണ്ടന്റ്മെന്റിലേക്ക് വരികയാണ്, ബോവസുമായിട്ടുള്ള ബന്ധത്തിൽ. പിന്നെ അവള് കറ്റകളെ കുറിച്ചോ വിളവുകളെ കുറിച്ചോ കൊയ്ത്തിനെ കുറിച്ചോ കാലാ പെറുക്കുന്നതിനെ കുറിച്ചോ ഉത്കണ്ഠപ്പെടുന്നില്ല. അത് മാറിയിട്ടൊരു ഗ്രേറ്റർ റിലേഷൻഷിപ്പിലേക്ക് വരികയാണ്. അതാണ് ഏശയ്യാ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. ഇനി മുതൽ നീ എന്നെ ഭർത്താവേ എന്ന് വിളിക്കും, ബാലി എന്നല്ല, നീ എന്നെ ഈശി എന്ന് വിളിക്കും. എത്ര ബ്യൂട്ടിഫുൾ പ്രവചനമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം അതാണ് നമ്മൾ വായിക്കുന്നത്. സഭയാം തിരുസഭയാം ഈ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി. അതിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് വിജാതീയ സ്ത്രീയായ ഈ രൂത്തിന്റെ കഥ യഹൂദന്മാരിരുന്ന് വായിക്കുന്നു. പക്ഷെ അവര് വായിച്ചു എങ്കിലും അവർക്ക് അത് മനസ്സിലായില്ല. അവരതൊക്കെ വായിച്ചു എങ്കിലും അവർക്ക് അതങ്ങോട്ട് പിടികിട്ടിയില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? എന്തിനാണ് നമ്മളിത് വായിക്കുന്നത്? അവരെപ്പോഴും വായിക്കുമായിരുന്നു. എല്ലാ പെന്തക്കോസ്ത് പെരുന്നാളിനും അവർ വായിച്ചു രൂത്തിന്റെ പുസ്തകം. പക്ഷെ അവർക്ക് ഒരിക്കലും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്താണ് സംഭവിക്കുന്നത്. അത് വെളിപ്പെട്ട് കിട്ടിയത് പൗലുസ്ലീഹായ്ക്കാണ്. പൗലുസ്ലീഹ എഫേസ്യ ലേഖനം 2 അത് എഴുതി വെച്ചു. അന്യരും പരദേശികളും ദൈവത്തോട് ശത്രുതയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും പ്രത്യാശയില്ലാത്തവരുമായിരുന്നു. എന്നാൽ നമ്മളെ അവൻ പ്രത്യാശയുള്ളവരാക്കി, ദൈവമുള്ളവരാക്കി, പൗരത്വത്തോട് സംബന്ധമുള്ളവരാക്കി, അടുത്തവരാക്കി, വാഗ്ദാനത്തിന്റെ നിയമങ്ങൾക്ക് അവകാശികളാക്കി, നമ്മളെ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാക്കി, ക്രിസ്തുവിന്റെ ഭാഗമാക്കി, ഒരപ്പത്തിന്റെ അംശയാക്കി, ഒരു പാനപാത്രത്തിന്റെ ഓഹരിക്കാരാക്കി. ഇനി മുതൽ ആ ഡിവിഷൻ ഇല്ല. ജാതികളും യഹൂദരും എന്നുള്ള ഡിവിഷൻ മാറി. എല്ലാത്തരം ഭിന്നതയും മാറി. എല്ലാ ഭിന്നതകളിലേക്കും ക്രിസ്തു ഇറങ്ങി വന്ന് യോജിപ്പ്, അനുരഞ്ജനം കൊണ്ടുവന്നു. അനുരഞ്ജനത്തെ സാധ്യമാക്കി തന്നു. എത്ര മനോഹരമായ ഒരനുഭവമാണ് കർത്താവ് നമുക്ക് കൊണ്ടുവന്നു തന്നത്. ആ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ
ഈ വലിയ അതിശയം, ഈ ഒന്നാകലിന്റെ വലിയ അതിശയത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. അവരോഹം ചെയ്തേ ഈ പരിപാവനമാളി നരരോടു സമ്മേളിച്ചാനവരെ സ്വർഗീയന്മാർ ആക്കീടാൻ പരരോടും സ്വജനത്തോടും ഘോഷിപ്പാൻ തൻ വാഗ്ദാനം പ്രേഷിപ്പേ ആശ്വാസം ശ്ലീഹർക്കേകി ഭാഷകളരുളിയവൻ ധന്യൻ തീനാവെന്നതുപോൾ കൂദിശ ശ്ലീഹന്മാർ അരുളപ്പെട്ടു ലോകത്തോ അവരുൾ ഘോഷിച്ചു മൂന്നാത്തി നിർമ്മലനാമങ്ങൾ ഒന്നിൽ തന്മേരത്തങ്ങൾ മറ്റതിലാത്മബലം ശ്ലീഹ ഏവം രണ്ടുപേരും നാളിൽ ദാനം നൽകിയവൻ സ്തുത്യൻ നിജദാനങ്ങൾക്കായി സ്തോത്രം. എല്ലാത്തരം ഇരുളുകളെയും കർത്താവ് മാറ്റുന്നു. കർത്താവിന്റെ വംശാവലിയിലുള്ള ഈ 4 സ്ത്രീകളെയും നിങ്ങൾ നോക്കുക. ഇമ്മോറൽ, ഇല്ലീഗൽ, അൺആക്സെപ്റ്റഡ് റിലേഷൻഷിപ്പാണ്. വേശ്യ, വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവൾ, വിധവയായ പരദേശി, അനാഥയായ, സംശയാസ്പദമായ സ്ഥലത്ത് കാണപ്പെടുന്നവൾ, സുചരിതയല്ലാത്തവൾ, ഗൂഢാലോചനയിൽ പങ്കുകാരായവർ, ബത്ശേബ, കാമുകനോട് ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തിയവൾ. അല്ലേ? നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്, കാമുകനുമൊത്ത് ജീവിക്കേണ്ടതിന് ഹസ്ബൻഡിനെ കൊന്നു. ആദ്യത്തെ ആള് ബത്ശേബയാണ്. ആ ആളെയും കർത്താവ് തന്റെ വംശാവലിയിൽ സ്വീകരിച്ചു. ഇനി നിങ്ങൾക്ക് ആരെയാ നരകത്തിലിട്ട് കത്തിക്കേണ്ടി? നിങ്ങൾ നരകത്തിലിട്ട് കത്തിക്കണമെങ്കിൽ ആദ്യം ഇവരെയൊക്കെ കത്തിക്കാൻ പോട്ടെ. അടുത്തുപോലും ചെല്ലാത്ത വിധത്തിൽ കർത്താവിന്റെ വംശാവലിയിൽ നിങ്ങളുടെ കയ്യിലുള്ള തിരുവെഴുത്തിൽ അവർ കയറി പറ്റിയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോഴും ഇതൊന്നും മനസ്സിലാകുന്നില്ല. കർത്താവിന് യോസഫിന്റെ വംശത്തിലാണ് ജനിക്കാറുണ്ട്. അത് നിങ്ങൾക്കറിയോ? യോസഫ് ക്ലീൻ റെക്കോർഡുള്ള ആളാ. പോത്തിഫറിന്റെ ഭാര്യ അതുവഴി അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞ് യോസഫ് ഓടി കാരാഗ്രഹത്തിൽ ചെന്ന് ഓട്ടം നിന്ന് വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഓടിതാ. യോസഫിന്റെ വംശത്തിൽ വന്ന് യേശു ജനിച്ചിരുന്നെങ്കിൽ ലോകത്തിൽ അനേകരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നേ. നിങ്ങളൊന്ന് ഓർത്തേ, യോസഫിന്റെ വംശത്തിലായിരുന്നു യേശു ജനിച്ചിരുന്നതെങ്കിൽ ഈ പരീശന്മാര് നമ്മളെ വെക്കുമായിരുന്നു. ദാവീദിന്റെ വംശത്തിൽ ജനിക്കാൻ അവൻ ഹി ചോസ്. ഡിവൈൻ ചോയ്സ് ആണ്. ദാവീദിന്റെ വംശത്തെ യേശു പർപ്പസിൽ തെരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയോ? ഏറ്റവും ലോവസ്റ്റ് ആയ ആള് വരെ അക്സെപ്റ്റഡ് ആണ്. ഇതിലും കൂടുതൽ വൃത്തികേടൊന്നും ആരും കാണിച്ചിട്ടില്ല. ഏത് സിന്നറിനും ഹോപ്പ് നൽകാൻ, ഏത് നീച്ച പാപിക്കും ഹോപ്പ് നൽകുവാൻ, ഓൾ ആർ ഇൻക്ലൂഡഡ്. All are included. This is the glorious gospel. It's an all-inclusive gospel. നിങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ സ്വീകരിക്കുക.
രൂത്തിൻ്റെയും റാഹാബിൻ്റെയും താമാറിൻ്റെയും ബേത്ശേബയുടെയും ഒക്കെ വംശത്തിൽ വന്ന് ദാവീദിന്റെ മകനായി ജനിച്ച യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി. All are included. All inclusive gospel. What a wonderful gospel it is. Glorious gospel. Glorious gospel. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കും? പാവനമാം പൊന്നീർച്ചാൽ പോൽ വായ്കളിൽ നിന്നും കാതുകളിൽ ജീവൻ പ്രവഹിപ്പിച്ചിടും നിബിയന്മാരെ കേട്ടിടുവിൻ. പാവനമാം സുവിശേഷത്തിൻ സന്ദേശം കൈക്കൊള്ളുവോർക്കാം. പാവനമായ സുവിശേഷം. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. നിങ്ങൾ നല്ലപോലെയൊക്കെ നടക്കുന്നവരും നല്ല ട്രാക്ക് റെക്കോർഡുള്ളവരും നല്ല കുടുംബത്തിൽ പിറന്നവരും പാപത്തിൽ വീഴാത്തവരും വിശുദ്ധരും ഒക്കെ ആയ നിങ്ങളെ ചേർക്കാൻ കർത്താവ് വാനമേഘത്തിൽ വരും എന്ന് പറയുന്ന സുവിശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എടുക്കുക. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇത് പാവനമായ സുവിശേഷമാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. തുടങ്ങുക. സുറിയാനിക്കാരന്റെ ആരാധന തുടങ്ങുക. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. സുറിയാനിക്കാരൻ ആരാധന അവസാനിപ്പിക്കാൻ പറയും, ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ. ടു ഗ്രേറ്റ് അണ്ടർസ്റ്റാൻഡിങ്. പെന്തക്കോസ്തുകാർ പരിപാടി തുടങ്ങുമ്പോഴാണ് ഞാൻ വിശുദ്ധനാകുന്നെന്ന് പറഞ്ഞു. പാവനമായ സുവിശേഷം. പാവനമായ സുവിശേഷത്തെ കൊണ്ടുവരുന്ന പാവനമായ പൊന്നീർച്ചാലായ പരിശുദ്ധ റൂഹ 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലന്മാരും പിതാക്കന്മാരുമായവരുടെ മേൽ പറന്നിറങ്ങിയ ആ ദിവസത്തിന്റെ അനുസ്മരണം സഭ കൊണ്ടാടുന്ന ഈ വിശുദ്ധ പെരുന്നാളിൽ, പെന്തക്കോസ്ത് പെരുന്നാളിന്റെ എല്ലാ ആശംസകളും ഞാൻ വീണ്ടും നിങ്ങൾക്ക് അർപ്പിക്കുന്നു. പാവനമാം പൊന്നീർച്ചാൽ പോൽ വായ്കളിൽ നിന്നും കാതുകളിൽ ജീവൻ പ്രവഹിപ്പിച്ചിടും നിബിയന്മാരെ കേട്ടിടുവിൻ. പാവനമാം സുവിശേഷത്തിൻ സന്ദേശം കൈക്കൊള്ളുവോർക്കാം. സംരക്ഷിതമാ നൽകതിരും ജീവനമുന്നത രാജ്യമതും കാഹളതുല്യം ഘോഷിക്കും ശ്ലീഹന്മാരെ ശ്രദ്ധിപ്പിൻ. Thank you. May God bless you.